ഹലോ ഗൈസ്, എല്ലാവർക്കും ആലീസ് ഇൻ ബോർഡർലാൻഡിൻ്റെ മൂന്നാമത്തെ സീസണിലെ അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ അഞ്ചാമത്തെ എപ്പിസോഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ഗെയിം ആയിരുന്നു കേട്ടോ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. നമുക്കപ്പോൾ ഒരുപാട് വൈകാതെ അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് കിടക്കാം. നാലാമത്തെ എപ്പിസോഡ് എവിടെ നിർത്തിയോ അവിടെ നിന്നിട്ട് അഞ്ചാമത്തെ എപ്പിസോഡ് തുടങ്ങുന്നത്. ഇവരെല്ലാം സ്റ്റെയർ കയറി വരുമ്പോൾ കാണുന്നത് ഷിബൂയി സിറ്റിയാണ്. കൂടാതെ ചുറ്റും കുറേ ആളുകളും വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ. എന്നാൽ പെട്ടെന്ന് തന്നെ ഇവർക്ക് മനസ്സിലായി ഇതെല്ലാം ഒരു സ്ക്രീൻ വഴി പ്രദർശിപ്പിക്കുന്ന കേട്ടോ, ഒറിജിനലൊന്നുമല്ല. അങ്ങനെ നോക്കുമ്പോൾ അരിസുവിനെ തന്നെ സ്ക്രീനിൽ കാണുക കേട്ടോ. അരിസു മാത്രമല്ല കേട്ടോ, സാച്ചിക്കോ, നോബു, റെയ്, ടേറ്റ്സ് എല്ലാവരും അവരുടെ രൂപങ്ങളെല്ലാം സ്ക്രീനിൽ ഇങ്ങനെ പലയിടത്തായിട്ട് കാണുക കേട്ടോ. ശേഷം സ്ക്രീനിൽ കാണുന്നവർ ഇവരെ ഓരോരോ സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ നയിക്കാൻ തുടങ്ങി കേട്ടോ. എല്ലാവരും അവരുടെ രൂപങ്ങളെ ഫോളോ ചെയ്യുകയാണ്. അങ്ങനെ ഇവർ ചെന്ന് നിൽക്കുന്നത് ഒരു ഡോറിൻ്റെ മുമ്പിലായിരുന്നു കേട്ടോ. അതുവഴി അകത്തേക്ക് കയറുമ്പോൾ അവർ മറ്റൊരു സ്ഥലത്തേക്ക് എത്തുകയാണ്. കൂടാതെ എസ്കലേറ്റർ പോലുള്ള ഡോർ ഉണ്ടല്ലോ, അത് അടഞ്ഞിട്ട് അപ്രത്യക്ഷമാവുക കേട്ടോ. അങ്ങനെ അരിസ് വീണ്ടും അവൻ്റെ രൂപം ഇങ്ങനെ ഫോളോ ചെയ്യുകയാണ്. ആ മോണിറ്ററിലുള്ള അരിസ് എന്നിട്ട് ഒരു വീടിൻ്റെ ഡോർ ബെൽ അടിക്കുകയും മുസാക്കി വന്ന് ഡോർ തുറക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് വീണ്ടും ഒരു ഡോർ പ്രത്യക്ഷപ്പെടുക കേട്ടോ. അരിസ് അകത്തേക്ക് കയറുന്നു. അരിസ് മാത്രമല്ല കേട്ടോ, എല്ലാവരും ആ ഡോർ വഴി തന്നെയാണ് അവരുടെ രൂപങ്ങളെ ഫോളോ ചെയ്തെത്തുന്നത്. അകത്തേക്ക് കയറുന്ന നമ്മുടെ അരിസ് കാണുന്നുണ്ടല്ലോ, മോണിറ്ററിൽ അരിസ് തൻ്റെ ഭാവി കുഞ്ഞായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. അവനെ കളിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുവാണ്. പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് ഉസാഗിയും വരുന്നുണ്ട്. അരിസ് സൂക്ഷിച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കുവാണ് അത് മോണിറ്ററിലായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ കാണുന്ന ഉസാഗി റിയലാണ്. അങ്ങനെ രണ്ടുപേരും കണ്ട് പരസ്പരം സന്തോഷത്തോടെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. അരിസോനെ മാത്രമല്ല, എല്ലാവർക്കും സന്തോഷമായി. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ റിയോജിയും സോറ്റയും യൂണയും അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. റിയോജിയെ കണ്ടപ്പോൾ തന്നെ അരിസോന് ദേഷ്യം വന്ന് അവനിട്ടൊന്ന് കൊടുക്കുവാണ്. എല്ലാവരും വന്നിട്ട് അരിസോനെ പിടിച്ചു മാറ്റി കേട്ടോ. അപ്പോൾ ഉസാഗി അപ്പോൾ അരിസോനെ തടഞ്ഞുകൊണ്ട് പറയുകയാണ്, റിയോജി എന്നൊന്നും ചെയ്തിട്ടില്ല, ഈ ഗെയിമുകളിൽ ഉടനീളം അവൻ എന്നെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞു ഉസാഗി അരിസോനെ കൂളാക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടാവുക കേട്ടോ. നമ്മുടെ ഗെയിമൊക്കെ തുടങ്ങാൻ പോവുകയാണ്. ടോട്ടൽ 10 പാർട്ടിസിപ്പൻസ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇവരെല്ലാവരും നോക്കുമ്പോൾ ഇവർ മൊത്തം 9 പേരുള്ളൂ കേട്ടോ. എല്ലാവരും ആകെ കൺഫ്യൂഷനൊക്കെ ആവുകയാണ്. പക്ഷേ അരിസുവിന് കാര്യം പിടികിട്ടി, 10ാമനൊരു കുട്ടിയാണ്. ആരാണെന്നല്ലേ, ഉസാഗിയുടെ വയറ്റിൽ വളരുന്ന ഇവരുടെ കുഞ്ഞട്ടോ. കുഞ്ഞിനെയും ഒരു പ്ലെയറായിട്ട് കൂട്ടിയേക്കാണ് ഇത്തവണത്തെ ഗെയിമിൽ. താൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുമ്പോൾ ഉസാഗി ഞെട്ടുക കേട്ടോ. പുള്ളിക്കാരത്തിക്ക് അറിയില്ലായിരുന്നല്ലോ. അങ്ങനെ ഗെയിമിൻ്റെ റൂൾസൊക്കെ പറയുകയാണ്. ടോട്ടൽ 10 പ്ലെയേഴ്സ് ഉണ്ട്. ഇവർക്കിവിടെ റിസ്റ്റ് ബാൻഡുകളും കോളേഴ്സൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. റിസ്റ്റ് ബാൻഡുകൾ കയ്യിലും കോളേഴ്സ് കഴുത്തിൽ അണിയണം. കുഞ്ഞിന് വേണ്ടി അവിടെ ഒരു ചെറിയ റിസ്റ്റ് ബാൻഡ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗെയിമിൻ്റെ പേര് പോസിബിൾ ഫ്യൂച്ചേഴ്സ് ആണ്. 5 റോയും ഇങ്ങനെ 5 കോളായിട്ടുള്ള മൊത്തം ഒരു 25 റൂമുകൾ ഇവിടെ ഇവർക്ക് മൊത്തം ചുറ്റുമുണ്ട്. ഇവർ കണ്ടുപിടിക്കേണ്ടത് ഇവിടെ നിന്ന് പുറത്ത് കടക്കാനുള്ള ഡോറാട്ടോ. അത് എവിടെ വേണേലാവാം. അപ്പോൾ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. ഇവർക്ക് 15 പോയിൻറ്റുകൾ വീതം എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ഓരോ റൂമിലെത്തുമ്പോഴും അവിടെ പല നിറത്തിലുള്ള ഡയസുകളൊക്കെ പ്രത്യക്ഷപ്പെടും. അത് ഉപയോഗിച്ചിട്ട് കളിക്കണം. 4 ഡയസുകൾ ഉണ്ടെങ്കിൽ അത് കറക്കി കിട്ടുന്നത് 2, 3, 5, 1 നമ്പറുകളാണെന്നിരിക്കട്ടെ. അപ്പോൾ അവിടെ ഡയസിൻ്റെ നിറത്തിലുള്ള ഡോറുകളൊക്കെ അതിന് ചുറ്റും പ്രത്യക്ഷപ്പെടും. ഗ്രീൻ ഡയസിൽ നമ്പർ 4 ആണെങ്കിലുണ്ടല്ലോ, ആ ഗ്രീൻ ഡോർ വഴി 4 പേർക്ക് അടുത്ത റൂമിലേക്ക് കടക്കാം കേട്ടോ. ഇപ്പോൾ ഗ്രീൻ ഡയസിൽ വീണത് 1 ആണെങ്കിലോ ആ ഗ്രീൻ ഡോർ വഴി ഒരാൾക്കേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് സംഭവം. അപ്പോൾ ഓരോ ഡോർ വഴി കടക്കണമെങ്കിലും ഒരാൾ അയാളുടെ കയ്യിൽ കെട്ടിയ വാച്ച് ഉണ്ടല്ലോ, ആ റിസ്റ്റ് ബാൻഡ് ഇല്ലേ, അത് ഡോറിന് മുന്നിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അയാളുടെ ഒരു പോയിൻറ്റ് കുറയും എന്ന് പറഞ്ഞാൽ 15 പോയിൻറ്റ് ഒന്ന് കുറഞ്ഞിട്ട് 14 ആവും. അങ്ങനെ ഓരോ ഡോർ കടക്കണമെങ്കിലും ഏതെങ്കിലും ഒരാൾ ഇങ്ങനെ പോയിൻറ്റ് സാക്രിഫൈസ് ചെയ്തേ പറ്റുള്ളൂ. ഇനി ചില റൂംസിലുണ്ടല്ലോ മൈനസ് പോയിൻറ്റുകളൊക്കെ ഉണ്ട്. അത് 1 മുതൽ 8 വരെ മൈനസ് പോയിൻറ്റുകളാവാം കേട്ടോ. റൂമിൽ ഒരുപാട് പേരുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും സ്വയം പോയിൻ്റ് ഇങ്ങനെ കുറയ്ക്കാനൊക്കെ പറ്റും. ഒറ്റയ്ക്കുള്ളെങ്കിൽ പോയിൻറ്റ്സ് ഒരാളുടെ തന്നെ ഡിഡക്റ്റ് ആവും കേട്ടോ. ഈ മൈനസ് പോയിൻറ്റിലുള്ള റൂംസ് നേരത്തെ ഒന്നും അറിയാൻ പറ്റുമൊന്നുമില്ല, അവിടെ ചെന്നാലായിട്ട് അറിയാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഇവർ തൊട്ട് പുറകിലേക്കുള്ള ഇവർ നേരത്തെ വന്ന റൂമിലേക്ക് തന്നെ തിരിച്ചു വരണമെന്നുണ്ടല്ലോ, ഇപ്പോൾ നിൽക്കുന്ന റൂമിൽ ഒരു തവണ സ്റ്റേ ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ ഒരു റൗണ്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമാണ് ഇവർ നേരത്തെ നിന്ന ആ റൂമിലേക്ക് തിരിച്ചു പോകാൻ പറ്റുള്ളൂ. അതേപോലെ ഒരു പോയിൻ്റ് മൈനസ് ആവും കേട്ടോ. ഇനിയിപ്പോൾ ഒരു റൂമിൽ 2 പേരുണ്ടെന്ന് വിചാരിച്ചോ. ഒരു ഡയസ് വന്നോളൂ ആ റൂമിൽ. കറക്കി എറിഞ്ഞപ്പോൾ വീണത് നമ്പർ 1 വിചാരിച്ചു. അപ്പോൾ ഒരു ഡോറല്ലേ വരുള്ളൂ, ഒരാൾക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ മറ്റേ ആളുണ്ടല്ലോ അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു കുഴപ്പമുണ്ട്, ആ റൂം അങ്ങ് ലോക്കാവും കേട്ടോ. ഒരു പോയിൻ്റ് ഡിഡക്റ്റും ആവും. അയാൾക്ക് പിന്നെ പുറത്ത് കിടക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ, അയാളുടെ റൂമിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും അല്ലെങ്കിൽ വലതുവശത്തും ഇടതുവശത്തായിട്ട് ഒരേ സമയം ആളുകൾ വന്നാൽ മാത്രമാട്ടോ ഈ നടുക്കുള്ള ആൾ അൺലോക്ക് ആവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അതുവരെ ലോക്കായ ആളുടെ പോയിൻറ്റുകളിങ്ങനെ ഒന്ന് വെച്ച് കുറഞ്ഞുകൊണ്ടേ ഇരിക്കും കേട്ടോ. അങ്ങനെ ഒരാളുടെ പോയിൻറ്റുകൾ മാത്രം ഇങ്ങനെ മൊത്തം തീർന്നു വിചാരിച്ചോ, അയാളപ്പോൾ തന്നെ കഴുത്തിലെ കോളർ പൊട്ടിത്തെറിച്ച് മരിക്കും കേട്ടോ. കൂടാതെ മൊത്തം 15 തവണയാണ് ഇവർക്ക് എക്സിറ്റ് ഡോർ കണ്ടെത്താനുള്ള മാർഗ്ഗമുള്ളൂ. 15 തവണയ്ക്കുള്ളിൽ ഇവർ കണ്ടുപിടിച്ചില്ലെങ്കിൽ എല്ലാവരും മരിക്കുകയും ചെയ്യും കേട്ടോ.
അങ്ങനെ ഇവർ വാച്ച് വഴി അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് അരിസു ഇപ്പോൾ പറയുവാണ് നമ്മളൊരു ടീമായിട്ട് നല്ല ഗെയിം പൂർത്തിയാക്കാൻ പറ്റുകയുള്ളൂ. അതേപോലെ ചിലപ്പോൾ ഈ എക്സിറ്റ് ഡോർ വരുന്നത് ചിലപ്പോൾ കോർണറുകളിലൊക്കെ ആയിരിക്കാം. അപ്പോൾ നമ്മൾ അത് അന്വേഷിച്ച് പോകേണ്ടി വരും. അപ്പോൾ ഒരു ടീം ഗെയിമായിട്ട് നമുക്ക് മുന്നേറുന്ന പുള്ളി പറയുകയാണ്. ശേഷം അവർ ഇങ്ങോട്ടേക്ക് പരസ്പരം പരിചയപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗെയിം സ്റ്റാർട്ട് ആവുകയാണ്. അവരപ്പോൾ നിലവിൽ നിൽക്കുന്നത് C3 നടുക്കുള്ള റൂമിലാട്ടോ. അപ്പോൾ അവിടെ പച്ച, മഞ്ഞ, ചുവപ്പ്, നീല എന്നിങ്ങനെ 4 നിറത്തിലുള്ള 4 ഡയസുകൾ പ്രത്യക്ഷപ്പെടുകയാണ്. കൂടാതെ ഈ സെയിം കളറിൽ തന്നെ ഇവർ ചുറ്റും 4 ഡോറുകളും പ്രത്യക്ഷപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടെറ്റ്സ് ആണ് ആദ്യമായിട്ട് ഇങ്ങനെ മുന്നോട്ടേക്ക് വന്നിട്ട് ഞാൻ ഇത്രയും ഡയസ് ഇടാന്ന് പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ കറക്കി ഇടുകയാണ്. വന്ന നമ്പറുകൾ ഇങ്ങനെയാണ് കേട്ടോ, 5, 4, 1, 7. അതായത് കളർ വെച്ച് നോക്കുകയാണെങ്കിൽ റെഡ് റൂം D3 വന്നത് 5 ആണ്. ഗ്രീൻ റൂം ആണെങ്കിൽ C4 ആണ്. C4 4 വന്നേക്കണത്. യെല്ലോ റൂം B3 ആയിരുന്നു, 1 വന്നേക്കണത്. പിന്നെ ബാക്കിയുള്ള 7 അത് ബ്ലൂ റൂമായിരുന്നു കേട്ടോ, C2 ആയിരുന്നു. പെട്ടെന്ന് ഇവർക്ക് 4 ചുറ്റുമുള്ള ഇങ്ങനെ മതിലുകളിലുണ്ടല്ലോ, ആ വാളിൽ ഓരോരോ വിഷ്വൽസൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി കേട്ടോ. അതെല്ലാം ഓരോരോ പ്ലേയേഴ്സിൻ്റെ ഭാവികളായിരുന്നു, അവരുടെ ഫ്യൂച്ചറായിരുന്നു കേട്ടോ. ചില വാളുകളിൽ അവരുടെ ഭാവികൾ വളരെ നല്ലതാണെങ്കിൽ ചിലതിൽ അത് ഭയങ്കര മോശവും ദുരിതമൊക്കെ ആയിരുന്നു കേട്ടോ. എല്ലാവരും അവരുടെ ഫ്യൂച്ചർ ഓരോന്നിൽ നിന്നും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് പെട്ടെന്ന് തന്നെ ഇത് ഡോറ് വഴി പോകണമെന്ന് ചൂസ് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. അതിന് മുമ്പ് ഡോർ അടയും. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും കൂടെ ഒരു ഡോറിൽ കൂടെ ഇങ്ങനെ കടക്കാൻ പറ്റില്ലല്ലോ, കാരണം 10 എന്നുള്ള നമ്പർ വീണിട്ടേ ഇല്ല, അങ്ങനെ നമ്പറേ ഇല്ല. അപ്പോൾ ഇവർ രണ്ടായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ആവാൻ തീരുമാനിക്കുകയാണ്. ഏറ്റവും വലിയ 2 നമ്പറുകൾ വീണ D3യും C2യും ഇവരിങ്ങനെ തിരഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ പറ്റുമ്പോഴൊക്കെ ഫ്യൂച്ചർ നോക്കാതെ ഒരുമിച്ച് നീങ്ങാനായിരുന്നു അരിസു പറഞ്ഞ പ്ലാൻ അങ്ങനെയായിരുന്നു. അപ്പോൾ സോറ്റ, യൂണ, റേ എന്നിവർ D3 വഴി പോകാൻ ഓക്കെ ആയിരുന്നു കേട്ടോ. അതിലൊരു ഫ്യൂച്ചർ ഇങ്ങനെ നല്ലതായിരുന്നു. ബാക്കി ഉസാഗി, അരിസു ഇവരുടെ കുഞ്ഞ്, അതേപോലെ റിയൂജി, നോബു, സച്ചിക്കോ, ടെറ്റ്സ് എന്നിവരിങ്ങനെ 7 എന്ന നമ്പർ വീണ C2 വഴിയും പോകാൻ തീരുമാനിച്ചു കേട്ടോ. അങ്ങനെ സ്പ്ലിറ്റായെങ്കിലും D2യിൽ ഒരുമിച്ച് കൂടാമെന്നായിരുന്നു ഇവരുടെ തീരുമാനം. അങ്ങനെ ഇവർ ഡോറ് കിടക്കുവാണ്. C2യിൽ വാച്ച് ഉപയോഗിച്ച് ഡോർ തുറക്കുന്ന അരിസു കേട്ടോ. അപ്പോൾ ഒരു പോയിൻ്റ് പുള്ളിയുടെ ഇങ്ങനെ ഡിഡക്റ്റ് ആവുകയാണ്. 15, 1 കുറഞ്ഞിട്ട് 14 അപ്പുറത്ത് റേ ആണ് ഡോർ തുറക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരത്തിന് 14 പോയിൻ്റായിട്ട് മാറി. അപ്പോൾ അരിസൊക്കെ കയറിയ C2 റൂം -1 വരുന്ന റൂമായിരുന്നു കേട്ടോ. അതായത് ആരുടെയെങ്കിലും ഒരാളുടെ 1 പോയിൻ്റ് കുറയ്ക്കണം ആ റൂമിൽ ഇങ്ങനെ തുടരണമെങ്കിൽ കേട്ടോ. അവരപ്പോൾ നോക്കുമ്പോൾ ഉസാഗി മുന്നോട്ട് വന്നിട്ട് പറയാണ്, നേരത്തെ അരിസുവിൻ്റെ പോയിൻ്റ് ഒരെണ്ണം കുറഞ്ഞില്ലേ, ഇത്തവണ ഞാൻ കുറയ്ക്കാമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തിൽ തന്നെ പോയിൻ്റ് കുറയ്ക്കുകയാണ്. അപ്പോൾ ഉസാഗിയുടെ പോയിൻ്റ് ഇപ്പോൾ 1 കുറഞ്ഞിട്ട് 14 ആവുകയാണ്. അടുത്ത റൗണ്ടിലുണ്ടല്ലോ ഇവർ വന്ന റൂമിലേക്ക് C3യിലേക്ക് തിരിച്ചു പോകാൻ പറ്റാത്തതുകൊണ്ട് ഇത്തവണ 3 ഡൈസ് ഉള്ളൂ കേട്ടോ. ടെറ്റ്സ് വീണ്ടും ഡൈസിങ് റോൾ ചെയ്തിടുകയാണ്. വീണത് 5, 3, 1 ആയിരുന്നു കേട്ടോ. D2 റെഡിലാണ് ഈ 3 വീണേക്കണത്. B2 യെല്ലോയിലാണ് 1 വീണേക്കണത്. C1 എന്ന് പറഞ്ഞ റൂം ബ്ലൂവിലാണ് 5 വീണേക്കണത് കേട്ടോ. അപ്പോൾ ഇവർ പോകാനിരുന്ന റൂം D2 ആയിരുന്നു. പക്ഷേ അതുവഴി 3 പേർക്കേ പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ സാച്ചിക്കോ, റിയൂജി, നോബു, ടെറ്റ്സ് എന്നിവരുടെ ഫ്യൂച്ചർ D2യിൽ റെഡ് ഡോറിൽ വളരെ ശോകമായിരുന്നു കേട്ടോ, വളരെ മോശമായിരുന്നു. എന്നാൽ C1ൽ സാച്ചിക്കോ അവളുടെ ഫാമിലിയുടെ ഒപ്പം സന്തോഷവതിയാണ്. അതേപോലെ ടെറ്റ്സു ആർക്കിടെക്ചറൊക്കെ ആവാനായിട്ട് പരിശ്രമിക്കുന്നത് കാണിക്കുന്നുണ്ട്. റിയൂജിയുടെ പ്രൊജക്റ്റിന് ബോസ് ഓക്കെ പറയുന്ന ഒരു സീനെ കാണിക്കുന്നുണ്ട്. നോബുവിന് നല്ലൊരു ഫ്യൂച്ചർ കേട്ടോ. ഏതായാലും D2 ഡോർ വഴി അരിസുവും ഉസാഗിയും കിടക്കാൻ തീരുമാനിക്കുന്നു. അവർക്കതിൽ നല്ലൊരു ഫ്യൂച്ചറായിരുന്നു കേട്ടോ. അവരുടെ കുട്ടി വളർന്നു വലുതായ ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ C1 ഡോർ വഴി ഇങ്ങനെ കിടക്കുകയാണ്. അപ്പുറത്ത് D3യിലുള്ളവർ ഡയസ് ഇടുമ്പോൾ എല്ലാം രണ്ടാട്ട് വീഴുന്നത്. അതുകൊണ്ട് തന്നെ D2യിലേക്ക് കിടക്കാൻ 3 പേർക്ക് ഒരുമിച്ച് കഴിയില്ലല്ലോ. അതുകൊണ്ട് റേ D2യിലേക്ക് പോകാൻ പ്ലാൻ ഇടുകയാണ്. അവൾക്ക് ആ ഡോറിലെ ഫ്യൂച്ചറിൽ ഒരു ഓഫർ ലെറ്ററൊക്കെ കിട്ടുമെന്ന് കാണിക്കുന്നുണ്ട്. സോറ്റയും യൂണയും E3യിലേക്ക് കിടക്കുക കേട്ടോ. അവനവളുടെ പെങ്ങളുടെ ഭാവി മാത്രമാണ് നോക്കിക്കൊണ്ടിരുന്നത്. അവളുടെ സന്തോഷം മാത്രമായിട്ട് പുള്ളി നോക്കണുള്ളൂ. അപ്പോൾ D2യിൽ ഇപ്പോൾ റേ, അരിസു, ഉസാഗിയായിട്ട് ഒന്നിക്കുകയാണ്. അതേപോലെ തന്നെ 3rd റൗണ്ടിൽ 2 ഡോറുള്ളൂ കേട്ടോ. ഡയസിൽ വീഴുന്നതാവട്ടെ 2ഉം 1ഉമാണ്. ഉസാഗിയുടെ വയറ്റിൽ കുഞ്ഞുള്ളത് കൊണ്ട് അത് 2ആയിട്ടാണല്ലോ കൗണ്ട് ചെയ്യുള്ളൂ. അതുകൊണ്ട് അവളോട് 2 വീണ D1 വഴി കിടക്കാൻ പറയുകയാണ്. അരിസുവിനോട് E2 വഴിയും. എന്നിട്ട് ഞാനിവിടെ ഇത്തവണ സ്റ്റേ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് റേ സ്വയം സാക്രിഫൈസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അരിസു വേണ്ട ഞാൻ സ്റ്റേ ചെയ്തോളാം എന്ന് പറയുമ്പോൾ റേ വേണ്ട, ഞാൻ സോംബി ഹണ്ടിൽ ജയിച്ചതിന് നിന്നോടൊരു കടം ബാക്കിയുണ്ട്, അത് ഇങ്ങനെ അങ്ങ് തീരട്ടെ എന്ന് പറയുകയാണ്. അപ്പോൾ 3 പേർക്കേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഉസാഗിയും കുഞ്ഞും അരിസും കൂടി പോകാൻ തീരുമാനിച്ചു. നമ്മുടെ റേ അവിടെ സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അരിസു റിസ്റ്റ് ബാൻഡ് വഴി സാച്ചിക്കോയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് എല്ലാവർക്കും D1ലേക്ക് വരാൻ പറ്റുമെന്ന് ചോദിക്കുക കേട്ടോ. D1ൽ 4 വീണത് കൊണ്ട് അവർക്കെല്ലാം അതിലൂടെ കടക്കാമായിരുന്നു. അവൾ അരിസുവിനോട് ഞങ്ങൾ ഇപ്പോൾ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയുകയാണ്. ശേഷം അരിസു സോറ്റയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങൾ ഈ റൗണ്ടിൽ അവിടെ തന്നെ
സ്റ്റേ ചെയ്യാമോ? കാരണം നിങ്ങൾ വീണ്ടും നിങ്ങളുടെ പ്രീവിയസ് റൂമായ D3യിലേക്ക് ഒന്നുകൂടി വരേണ്ടി വരും. കാരണം എന്താണെന്നറിയോ, പ്രീവിയസ് റൂമിലേക്ക് വരണമെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന റൂമിൽ ഒരു റൗണ്ട് സ്റ്റേ ചെയ്യേണ്ടി വന്നാൽ മാത്രമേ പറ്റുള്ളൂല്ലോ. അപ്പോൾ അരിസ് പറയുകയാണ്, ഈ റൗണ്ടിൽ ഞങ്ങളുടെ റൂമിൽ ഒരാൾക്ക് നിർബന്ധിത സ്റ്റേ ആണ്, റേ ലോക്കാവും. അപ്പോൾ D1ലേക്ക് ബാക്കിയുള്ളവർ ഇപ്പോൾ തന്നെ വരും. അപ്പോൾ അടുത്ത റൗണ്ടിൽ നിങ്ങൾ D3യിലേക്ക് വന്നാൽ റേയുടെ റൂമായ D2ൻ്റെ അപ്പുറം ഇപ്പുറയും D1ലും D3യിലെ ആളായിട്ട് അവളെ ലോക്ക് മാറ്റാൻ കഴിയുമെന്ന് പറയുകയാണ്. സോറ്റ് ഇതിന് സമ്മതിക്കുന്നുണ്ട് കേട്ടോ. അവൻ ഇത്തവണ മൂവ് ചെയ്യുന്നില്ലെന്ന് അവരോട് പറയുകയാണ്. ഇവരിപ്പോൾ നിർബന്ധിത സ്റ്റേ അല്ലാത്തതുകൊണ്ട് ഇവർക്ക് ലോക്ക് ആവില്ല കേട്ടോ. കാരണം ഇവർക്ക് പോകാനുള്ള ഓപ്ഷൻ ഉണ്ടായിട്ട് ഇവർ പോകാണ്ടിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ഈ സോവിറ്റയ്ക്കും യൂണയ്ക്കും സ്റ്റേ ചെയ്താൽ ലോക്കൊന്നും ആവില്ല കേട്ടോ. റേയുടെ സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ലോക്കാവുള്ളൂ. അപ്പോൾ C1ലുള്ളവരുടെ ഇടയിൽ ചെറിയൊരു ചർച്ചയിനിടയിൽ നടക്കുന്നുണ്ട്. റിയു ചോദിക്കുവാണ്, അരിസ് പറഞ്ഞ പോലെ നമ്മളെല്ലാവരും D1ലേക്ക് പോകണോ? നമ്മൾ നമ്മുടെ ഫ്യൂച്ചറെ കുറച്ച് നോക്കണ്ടേ? പിന്നെ എക്സിറ്റും കണ്ടെത്തേണ്ടതുണ്ട്. അത് ശരിയാണെന്ന് ബാക്കിയുള്ളവർക്കും തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് റിയുജിയും സാച്ചിക്കോയും അവരുടെ ഫ്യൂച്ചർ D1ൽ ഓക്കെ ആയിരുന്നത് കൊണ്ട് D1ലേക്ക് കടക്കാൻ തീരുമാനിക്കുക കേട്ടോ. ടെറ്റ്സുവും നോബും B1ലേക്കും പോവുകയാണ്. സോറ്റയും യൂണയാവട്ടെ അവരിപ്പോൾ നിൽക്കുന്ന റൂമിൽ ഒരു റൗണ്ട് സ്റ്റേ ചെയ്യാമെന്നൊക്കെ പറഞ്ഞല്ലോ. എന്നിട്ട് അവർ ചുമരിലെ വീഡിയോസ് എല്ലാം കാണുക കേട്ടോ. യൂണ അവളുടെ ബോയ് ഫ്രണ്ട് പ്രപ്പോസ് ചെയ്യുന്നതും ഇതൊക്കെ അവളുടെ ചേട്ടനായ സോറ്റയോട് പറയുന്നതും അവർ സന്തോഷിക്കുന്നു. എല്ലാം യൂണ വളരെ സന്തോഷത്തോടെ സ്ക്രീനിൽ നോക്കി നിൽക്കുന്നത് സോറ്റ ഇങ്ങനെ ശ്രദ്ധിക്കുക കേട്ടോ. ഒരു ആക്സിഡൻറ്റിലാട്ടോ നമ്മുടെ യൂണയുടെ സോറ്റയുടെ അച്ഛനമ്മയും മരിച്ചു പോണത്. അന്ന് മുതൽ സോറ്റ യൂണയെ പൊന്നു പോലെയാട്ടോ നോക്കിക്കൊണ്ട് വരുന്നത്. അവളുടെ മാരേജൊക്കെ സ്ക്രീനിൽ കാണുമ്പോണ്ടല്ലോ, അരിസുവിന് കൊടുത്ത വാക്ക് പാലിക്കാതെ അവിടെ സ്റ്റേ ചെയ്യാതെ ഉണ്ടല്ലോ, നമ്മുടെ സോറ്റ യൂണയും കൊണ്ട് ആ ഡോർ E4 വഴി കടക്കുക കേട്ടോ. റേ ഔട്ട് ആപ്പ് അവിടെ ലോക്കാവുകയാണ്. പെട്ടെന്ന് അവിടെ സൈറനൊക്കെ മുഴങ്ങും കേട്ടോ. സ്ക്രീൻ മൊത്തം ഇവളുടെ ബാഡ് ഫ്യൂച്ചറുകൾ കൊണ്ട് നിറയുകയാണ്. അവൾക്ക് ആകെ പ്രാന്താവാൻ തുടങ്ങി കേട്ടോ. ഭയങ്കര അസഹനീയമായ സൗണ്ടൊക്കെ ആയിരുന്നു. ഏതായാലും അടുത്ത റൗണ്ടിൽ ഇവിടെ അൺലോക്ക് ആവുമെന്നുള്ള പ്രതീക്ഷ വെക്കുന്നുണ്ട്. പക്ഷേ സോവിറ്റെ പറ്റിച്ചത് ഇവിടെ അറിയുന്നില്ലല്ലോ. അടുത്ത റൗണ്ടിൽ 4ാമത്തെ റൗണ്ടിൽ B1 റൂമിൽ ടെറ്റ്സുവും നോബും ഡൈസ് ഇടുകയാണ്. 2 പേർക്ക് 14 പോയിന്റ്സ് വീതമുണ്ട് കേട്ടോ. 2 റൂമാണുള്ളത് ഇവർക്ക് മുമ്പിൽ. A1ൽ 1 വീണത്, B2ൽ 9. സ്ക്രീനിലെ ഫ്യൂച്ചർ നോക്കുമ്പോൾ A1ൽ നോബുവിന് കിഡിലും ഫ്യൂച്ചർ ആയിരുന്നു കേട്ടോ. അവനൊരു ജോബ് ഓഫറൊക്കെ കിട്ടുന്നുണ്ട്. ടെറ്റ്സ് ഔട്ടനോട് പറയുകയാണ്, ബെറ്റർ നമ്മൾ സ്പ്ലിറ്റ് ആവാതിരിക്കുന്നതാണ്, നമുക്ക് B2ലേക്ക് പോകാമെന്ന് പറയുന്നു. അവിടെ സീൻ കട്ടാവുക കേട്ടോ. അരിസു സോറ്റെ വിളിക്കുന്ന സീൻ കാണിക്കുന്നു. നിങ്ങളിപ്പോൾ E3യിൽ തന്നെയല്ലേ? ഈ റൗണ്ടിൽ എത്രയാണ് ഡൈസ് വീണത്? നിങ്ങൾക്ക് D3യിലേക്ക് പോയി റേ അൺലോക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് ചോദിക്കുന്നു. സോറ്റ ഓക്കെ ഞാൻ ചെയ്യാം എന്ന് അരിസുവിനോട് കള്ളം പറയുക കേട്ടോ. അവനിപ്പോൾ യൂണയുടെ കൂടെ E4ലായിരുന്നല്ലോ. എന്നിട്ട് അവർ E5ലേക്ക് കടക്കുകയാണ്. ചിലപ്പോൾ എക്സിറ്റ് കാണുമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ അങ്ങോട്ടേക്ക് കടക്കുക കേട്ടോ. അതേപോലെ അവർ സന്തോഷമുള്ള ഫ്യൂച്ചറൊക്കെ നോക്കി അവിടെ പോവുകയാണ്. അരിസു റേ വിളിക്കുമ്പോൾ അവൾ ഇപ്പോഴും ലോക്കാണെന്ന് മനസ്സിലാവുക കേട്ടോ. അവളാണെങ്കിൽ ആകെ പ്രാന്തായി നടക്കുവാണ്. സോഹറ്റയെ അരിസു കോൺടാക്ട് ചെയ്യുമ്പോൾ അവൻ ഇത്തവണ മറുപടി ഒന്നും നൽകുന്നില്ല കേട്ടോ. നോബ് ആവട്ടെ B2ൽ കാണുന്നത് അവൻ്റെ വളരെ മോശം ഫ്യൂച്ചറായിരുന്നു കേട്ടോ. സുഹൃത്തുക്കൾ കളിയാക്കുന്നതും അതേപോലെ ഇവൻ ആത്മഹത്യ ശ്രമിക്കുന്നതും അമ്മയോട് മിണ്ടാത്തതൊക്കെയാണ് ഇവൻ കാണുന്നത്. ഡോർ തുറക്കും വേണ്ടല്ലോ, ഇവൻ ടെറ്റ്സുവിൻ്റെ കൂടെ അകത്തേക്ക് കയറാതെ ഓടിപ്പോയി A1ൻ്റെ ഡോർ തുറന്നിട്ട് അതിലേക്ക് ചാടി കയറുക കേട്ടോ. ടെറ്റ്സുവിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. നോബ് ചാടിക്കയറിയ റൂമുണ്ടല്ലോ, -6 പോയിൻ്റ് വരുന്ന റൂമായിരുന്നു കേട്ടോ. ഡോർ തുറന്നപ്പോൾ അവൻ്റെ പോയിൻറ്റ്സ് 14ൽ നിന്ന് 1 കുറഞ്ഞ് 13 ആയിരുന്നു. ഇപ്പോൾ -6 കൂടി ആയിപ്പോണ്ടല്ലോ. ടോട്ടൽ പോയിൻറ്റ്സ് ഇനി വെറും 7 കേട്ടോ അവൻ്റെ കയ്യിലുള്ളൂ. സോവിയറ്റ് യൂണിയൻ കയറിയ E5 എന്ന കോർണർ റൂം ഉണ്ടല്ലോ, -4 പോയിൻ്റ് ആയിരുന്നു കേട്ടോ. സോവിയറ്റ് തന്നെയാണ് അത് എടുക്കുന്നത്. അവൻ്റെ പോയിൻറ്റ്സ് ഇനി 9 ബാക്കിയുള്ളത്. യൂണിയുടെ പോയിൻറ്റ്സ് എടുക്കാൻ സമ്മതിച്ചതേ ഇല്ല കേട്ടോ. റേ എപ്പോഴും ലോക്കിൽ തന്നെയാണ്. അരിസ് വിളിച്ചിട്ട് സോവിയറ്റ് റെസ്പോണ്ട് ചെയ്യുന്നേ ഉണ്ടായിരുന്നില്ല. B2 റൂമിൽ ടെറ്റ്സുവിൻ്റെ കിളിയൊക്കെ ആകെ പോയി തുടങ്ങിയിരുന്നു കേട്ടോ. അവൻ സ്ഥിരം ഡ്രഗൊക്കെ യൂസ് ചെയ്യുന്ന ആളായിരുന്നല്ലോ. അപ്പോൾ അത് കിട്ടാതെ വരുമ്പോൾ പുള്ളി അങ്ങനെ ആയിപ്പോയതൊക്കെയാണ്. പിന്നെ സ്ക്രീനിൽ കാണുന്ന ഈ വിഷ്വൽസ് കൂടി ആയപ്പോൾ പൂർത്തിയായി. അപ്പോൾ നോബു A1ൽ അവൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ സീരിയസ് ആയി കിടക്കുന്ന സീനായി കൊണ്ട് ആകെ വിഷമിച്ച ആ റൂമിൽ തന്നെ ഇങ്ങനെ ഇരിക്കുവാണ്. അരിസു റേയെ രക്ഷിക്കാൻ പോകാൻ തീരുമാനിച്ചിട്ടോ. ഉസാഗിയോട് സാച്ചിക്കോയോട് ഒരു തവണ D1ൽ തന്നെ തുടരാൻ പറയുകയാണ്. E1ലേക്ക് ഒറ്റയ്ക്ക് പോയ റിയോജിക്ക് അവിടെ എക്സിറ്റ് ഒന്നും കണ്ടെത്താൻ പറ്റുന്നില്ല എന്ന് അവൻ ഉസാഗി അറിയിക്കുന്നുണ്ട്. ടെറ്റ്സു ഇതിനിടയിൽ കിളി പോയിട്ട് ഡ്രഗൊക്കെ കണ്ട ആ ഫ്യൂച്ചർ വന്ന B3യിലേക്ക് കയറിപ്പോവുക കേട്ടോ. അരിസ അപ്പോഴും D3യിലേക്ക് വന്ന റേയെ രക്ഷിക്കുകയാണ്. അരിസ അവളോട് അടുത്ത റൗണ്ടിൽ മീറ്റ് ചെയ്യാമെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ടെറ്റ്സു B3 റൂമിലേക്ക് പോയല്ലോ. ഈ B3 റൂമിൽ -4 പോയിൻറ്റ്സ് ആയിരുന്നു കേട്ടോ. ഇതോടെ 12 പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു. ടെറ്റ്സുവിൻ്റെ പോയിൻറ്റ് 8 കുറയുകയാണ്. അടുത്ത റൂമിലേക്ക് D5ലേക്ക് കയറിയ സോറ്റയും യൂണയും നോക്കുമ്പോൾ വീണ്ടും ഒരു -4 റൂമായിരുന്നു കേട്ടോ. സോഹറ്റ ഇത്തവണ യൂണിയെ കൊണ്ട് കൊടുപ്പിക്കാതെ അവൻ്റെ കയ്യിൽ നിന്ന് തന്നെ 4 പോയിൻറ്റ് കുറയ്ക്കുകയാണ്. ഇനി അവന് വെറും 4 പോയിൻ്റ് ബാക്കിയുള്ളൂ കേട്ടോ.
B3 ഇത്തവണ ടെറ്റ്സു B4 അവൻ്റെ വൈഫുമായുള്ള നല്ലൊരു ഫ്യൂച്ചറെ കാണുകയാണ്. അതിലേക്ക് കയറാൻ പോകുമ്പോഴാണ് മറ്റൊരു ഡോറിൽ സുന്ദരിയായ ഒരു പെണ്ണിനെയും അവളുമായി കിടക്ക പങ്കിടുന്നതും ഡ്രഗൊക്കെ ഇഷ്ടം പോലെ യൂസ് ചെയ്യുന്നതൊക്കെ കാണുന്ന കേട്ടോ. അവൻ പയ്യെ അവൾ വിളിച്ചെന്നോണം ആ ഏത് റൂമിലേക്ക് കയറി പോവുക കേട്ടോ. ഡോറ് തുറന്നപ്പോൾ ഉണ്ടല്ലോ അവൻ്റെ 8 പോയിൻറ്റ്സിൽ നിന്ന് 1 പോയിൻറ്റ് കുറഞ്ഞ് 7 പോയിൻറ്റ്സ് ബാക്കിയാവുക കേട്ടോ. പക്ഷേ ടെറ്റ്സുവിൻ്റെ കഷ്ടകാലത്തിനുണ്ടല്ലോ അത് -8 പോയിൻറ്റ്സ് വരുന്ന റൂമായിരുന്നു കേട്ടോ. കൂടെ ആരും ഇല്ലാത്തതിനാൽ ഈ പോയിൻ്റ് മൊത്തം ഇവൻ്റെയും തന്നെ ഡിഡക്റ്റ് ആവും. ചുരുക്കി പറഞ്ഞാൽ പുള്ളിക്കിനി പോയിൻറ്റ്സ് ഒന്നുമില്ല, ഗെയിം ഓവറായി. അപ്പോൾ ചുറ്റും എൻ്റെ ബാഡ് ഫ്യൂച്ചേഴ്സ് പ്ലേ ആവാൻ തുടങ്ങി കേട്ടോ. മൊത്തം മോശം ഫ്യൂച്ചറുകൾ മാത്രം. ഇവനെ പോലീസ് പിടിക്കുന്നതും ഭാര്യ ഇട്ടിട്ട് പോകുന്നതും ഡ്രഗ് അഡിക്റ്റായിട്ട് ജീവിതം തുലയ്ക്കുന്ന എല്ലാം ഇങ്ങനെ ഫ്യൂച്ചറെല്ലാം ആ സ്ക്രീനിൽ ഇങ്ങനെ വരികയാണ്. അങ്ങനെ ആ റൂമിൽ നമ്മൾ ടെറ്റ്സു കഴുത്തിൽ ആ കോളർ പൊട്ടിത്തെറിച്ച് ടെറ്റ്സു മരിക്കുക കേട്ടോ. നോബു ഇതിനിടയിൽ വിഷമങ്ങളൊക്കെ വന്നിട്ട് എണീറ്റിട്ട് എങ്ങനെയും ടെറ്റ്സുവിനെ കണ്ടുപിടിക്കണമെന്ന് സ്വയം പറയുന്നു. അവൻ ഡയസൊക്കെ റോൾ ചെയ്തിട്ട് B1 പോകുന്നുണ്ട്. അവനിനി 4 പോയിൻറ്റുകളെ ബാക്കിയുള്ളൂ കേട്ടോ. ഈ റൗണ്ടിൽ C1 സാച്ചിക്കോ നോബുവിനെ കോൺടാക്ട് ചെയ്ത് ഞാനും ഉസാഗിയും C1 നീ അവിടെ തന്നെ സ്റ്റേ ചെയ്യും, ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയുന്നുണ്ട്. C5 സോറ്റയും യൂനെയും ഇത്തവണ ഡയസ് റോൾ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ 2 ഡയസും വീണത് 1 എന്ന നമ്പറിലാട്ടോ. അവരൊന്ന് ഞെട്ടി, കാരണം 2 പേര് സെപ്പറേറ്റ് ആവേണ്ടി വരും. അപ്പോൾ അരിസും റേയും D3 നിലവിൽ. ഉസാഗിയെ കണക്ട് ചെയ്തിട്ട് A1 അവൾ നോബുവിൻ്റെ നിർദ്ദേശപ്രകാരം എക്സിറ്റ് ഇല്ലെന്ന് പറയുമ്പോൾ അരിസു പറയുന്നത് ഇനി 2 കോർണറുകളാണുള്ളത്, A5ഉം E5ഉം. അവിടെ എക്സിറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് അരിസു പറയുകയാണ്. നിലവിലെല്ലാവരും ഇങ്ങനെയായിട്ട് നിൽക്കുന്നത്. നോബു B1, തൊട്ടടുത്ത C1 ഉസാഗിയും സാച്ചിക്കോയുണ്ട്, D2 റിയൂജിയാണ്, D3 അരിസും റേയും ഉണ്ട് കേട്ടോ. അപ്പോൾ D2 നിൽക്കുന്ന റിയോജി D3 വളരെ ഫ്യൂച്ചർ കാണുകയാണ്. ഇവൻ ഉസാഗിയുടെ പിന്നിൽ വെടിവെച്ച് അവളെ കൊല്ലുന്നൊരു സീൻ കാണിക്കുക കേട്ടോ. ഒരു ഫ്യൂച്ചർ കാണുകയാണ്. നമുക്ക് ഒരുമിച്ച് മരണത്തിൻ്റെ ലോകത്തിലേക്ക് പോകാമെന്ന് പുള്ളി പറയുന്നുണ്ട്. എന്നിട്ട് ഇവനും സ്വയം വെടിവെച്ച് മരിക്കുക കേട്ടോ. ഉസാഗി കോണ്ടാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ റിയോജി B2 മീറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പുറത്ത് C5 യൂന C4 സോറ്റ B5 പോകാനായിരുന്നു കേട്ടോ പ്ലാൻ. എന്നിട്ട് അടുത്ത റൗണ്ടിൽ B4 കണ്ടുമുട്ടാമെന്ന് ഇവർ പറയുന്നുണ്ട്. അങ്ങനെ 2 പേരും ഡോർ തുറന്ന് പോവുകയാണ്. സോറ്റയ്ക്ക് ഇനി 3 പോയിൻറ്റുകളെ ബാക്കിയുള്ളൂ കേട്ടോ. യൂനയ്ക്കാണെങ്കിൽ 12 പോയിൻറ്റ് ബാക്കിയുണ്ട്. ഉസാഗിയും സാച്ചിക്കോയും B1 ഒന്ന് നോബുവുമായിട്ട് കണ്ടുമുട്ടുന്നു. -1 റൂമായിരുന്നു കേട്ടോ അത്. ഉസാഗി അവളുടെ പോയിൻറ്റ്സ് യൂസ് ചെയ്യുന്നു. അവൾക്ക് ഇനി 10 പോയിൻറ്റുകൾ ബാക്കിയുണ്ട്. അവർ ടെറ്റ്സുവിനെ കണ്ടുപിടിക്കാൻ നോക്കിയെങ്കിലും അവർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ടെറ്റ്സു മരിച്ചത് ഇവർ അറിഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ 8ാമത്തെ റൗണ്ടായി. 8ാമത്തെ റൗണ്ടിൽ സോറ്റ് ഡയസ് കളിച്ച് നേരത്തെ പറഞ്ഞ പോലെ B5 നിന്ന് B4 വരിക കേട്ടോ. അപ്പോൾ അവൻ്റെ ഒരു പോയിൻ്റ് അവിടെ ഡോറിൽ കാണിച്ചപ്പോൾ കുറഞ്ഞു. ഇനി അവന് 2 പോയിൻറ്റുകളെ ബാക്കിയുള്ളൂ കേട്ടോ. അപ്പുറത്ത് യൂണെ ആവട്ടെ ഡയസ് റോൾ ചെയ്തിടുമ്പോൾ B4 വരുന്നത് 0 ആയിരുന്നു കേട്ടോ. പണി പാളി. അവൾക്ക് ഇനി B4 ഈ റൗണ്ടിൽ കടക്കാൻ പറ്റില്ല. ചേട്ടനായിട്ട് കണ്ടുമുട്ടാനൊന്നും ഇത്തവണ സാധിക്കില്ല. പക്ഷേ സോറ്റയുടെ കാര്യം ഭയങ്കര കഷ്ടമായിരുന്നു കേട്ടോ. അവൻ്റെ ഇനി 2 പോയിൻറ്റ്സ് അല്ലേ ഉള്ളൂ. B4 റൂം ഉണ്ടല്ലോ -2 പോയിൻറ്റ് വരുന്ന റൂം കൂടിയായിരുന്നു കേട്ടോ. അപ്പോഴേക്കും അരിസും റേയും C4 റൂമിലേക്ക് യൂണയുടെ അടുത്തേക്ക് എത്തിയിരുന്നു. യൂണാണെങ്കിൽ അടുത്ത റൂമിലേക്ക് പോകാൻ പറ്റുന്നിടന്ന് നിലവിളിക്കുകയായിരുന്നു കേട്ടോ. സോറ്റ് നോക്കുമ്പോൾ യൂന B4 വന്നിട്ടില്ലല്ലോ. അവളെ കോൺടാക്ട് ചെയ്യുമ്പോൾ എനിക്ക് വരാൻ പറ്റുന്നില്ല, ഇവരെന്നെ കടത്തി വിടുന്നില്ല എന്നൊക്കെ അവളിങ്ങനെ വിളിച്ചിങ്ങനെ പറയുക കേട്ടോ. താൻ ആകെ പെട്ടും സോറ്റയ്ക്ക് മനസ്സിലായി. യൂനയ്ക്ക് വരാൻ കഴിഞ്ഞായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. 2 പോയിൻറ്റ് അവളിൽ ഡിഡക്റ്റ് ചെയ്താൽ മതിയായിരുന്നു. ഇതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവൻ പോയിൻ്റ് എല്ലാം തീർന്ന് മരിക്കാൻ പോവാ കേട്ടോ. സോറ്റ് യൂനോട് പറയുകയാണ്, യൂന ഇത് -2 റൂമാണ്. എനിക്ക് മോളോട് ചെയ്ത പ്രോമിസ് ഒന്നും പാലിക്കാൻ കഴിഞ്ഞില്ല. നിന്നെ എക്കാലം സന്തോഷവതിയായി കാണാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ചേട്ടനോട് ക്ഷമിക്കുകയും മോളെന്ന് ഇങ്ങനെ പുള്ളിക്കാരൻ പറയുകയാണ്. അവൻ്റെ ചുറ്റിലിങ്ങനെ യൂനയുടെ നല്ല ഫ്യൂച്ചറുകൾ ഇങ്ങനെ കാണിക്കുക കേട്ടോ. അവളുടെ കല്യാണമൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അധികം വൈകാതെ കഴുത്തിലെ കോളർ പൊട്ടി സോറ്റം മരിക്കുക കേട്ടോ. ഇപ്പുറത്ത് പാവ യൂന നിലവിളിച്ച് കരയാനേ അവൾക്ക് പറ്റുള്ളൂ. ഇതിനിടയിൽ സാച്ചിക്കോ, നോബു, ഉസാഗി എന്നിവർ B2 റിയൂജിയുമായി കണ്ടുമുട്ടിയിരുന്നു. അരിസു റേയോട് E5 വഴി സോറ്റയും യൂനയും കടന്നു വന്നിരിക്കും. അപ്പോൾ അവിടെ എക്സിറ്റ് ഇല്ലെങ്കിൽ ഇനി A5 മാത്രമാണ് കോർണർ റൂം ബാക്കിയുള്ളതെന്ന് പറയുകയാണ്. ഒരു കാര്യം ചെയ്യ് റേ ഒരു കാര്യം ചെയ്യ്, യൂണയെ കൂട്ടി C5 പോകും, പിന്നീട് B5 പോകും. ഞാൻ B4 മറ്റുള്ളവരുമായിട്ട് കണ്ടുമുട്ടിയിട്ട് അങ്ങോട്ടേക്ക് എത്തിക്കാമെന്ന് അരിസു റേയോട് പറയാണ്. യൂന അപ്പോഴും B4 റൂമിൻ്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ കരയുകയായിരുന്നു കേട്ടോ. അവളെ റേ വന്ന് C5 ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകാൻ നോക്കുമ്പോണ്ടല്ലോ പെട്ടെന്ന് B4 ഡോർ തുറന്ന് അരിസു കയറാൻ പോകുമ്പോൾ സോറ്റം മരിച്ചു കിടക്കുന്നത് യൂണ കാണും കേട്ടോ. B4 അവൾ ഓടിച്ചെന്ന് അരിസുവിനെ B4 കയറുകയാണ്. എന്നിട്ട് സോറ്റയുടെ ബോഡിയും കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി കേട്ടോ. റേയ്ക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവൾ C5 പോകാനും കഴിഞ്ഞില്ല. അവൾ വീണ്ടും C4 ഇങ്ങനെ സ്റ്റക്ക് ആവുക കേട്ടോ. ഡോറെല്ലാം അടയുകയാണ്.
അപ്പോൾ B4 -2 പോയിൻ്റ് റൂം ആയിരുന്നല്ലോ. അരിസോൻ്റെ കയ്യിൽ ഇനി 6 പോയിൻ്റേ ഉള്ളൂ. യൂണാണെങ്കിൽ ഒടുക്കത്തെ കരച്ചിലാണ്. അതുകൊണ്ട് അരിസോ തൻ്റെ പോയിൻറ്റിനെ കുറയ്ക്കുകയാണ്. അവനിനി 4 പോയിൻറ്റുകളെ ബാക്കിയുള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ B2 നിന്ന് B3യിലേക്ക് കടന്നപ്പോൾ -4 പോയിൻ്റ് റൂമായിരുന്നു. സാച്ചിക്കും അത് കയ്യിൽ നിന്ന് ഇടുക കേട്ടോ. ഇപ്പോൾ പോയിൻ്റ് നില താഴെ കാണുന്ന ഈ ഫോട്ടോയിൽ കാണുന്ന രീതിയിലാണ്. അപ്പോൾ ഇത്തവണ ഉസാഗി ഡൈസ് റോൾ ചെയ്തിടുമ്പോൾ 1 1 2 വീഴുന്നത്. C3 എന്ന് പറഞ്ഞ റൂമിൽ 1 വീണു, B4 1, A3 2, അങ്ങനെയാണ് വീണേക്കണത്. ഇവരാണെങ്കിൽ കുഞ്ഞുൾപ്പെടെ 5 പേരുണ്ടല്ലോ, 4 പേർക്ക് ഇത്തവണ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവരൊക്കെ സ്പ്ലിറ്റ് ആവേണ്ടി വരും. അതേപോലെ ഒരാൾ നിർബന്ധിച്ച് സ്റ്റേ ആവേണ്ടി വരും കേട്ടോ, ലോക്കാവും. അപ്പോൾ ഉസാഗി അരിസോനെ വിളിച്ച് പറയുകയാണ്, ഇവർ വന്ന് ഒന്നിലും ഇല്ലാത്തതുകൊണ്ട് ടെറ്റ്സു A3യിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. ടെറ്റ്സു മരിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അത് ചിലപ്പോൾ ഹൈ പോയിൻറ്റ്സ് ഡിഡക്റ്റ് ആവുന്ന റൂമാവുന്ന ഒരു ഊഹിക്കുകയാണ് ഈ പറഞ്ഞ A3 എന്ന് പറഞ്ഞ റൂം. അപ്പോൾ 2 പേരിനകത്തേക്ക് പോയേ പറ്റുള്ളൂ. ഈ മൈനസ് ഒരുപാട് ഡിഡക്റ്റ് ആവുന്ന ഈ റൂമിലേക്ക് A3യിലേക്ക് പോയേ പറ്റുള്ളൂ. B4 ഓൾറെഡി -2 ആണല്ലോ. അപ്പോൾ ഒരാൾ അതിനകത്തേക്ക് പോകണം. അപ്പോൾ ഒരാൾ എക്സിനടുത്തുള്ള ഈ റൗണ്ടിലെത്താൻ കഴിയില്ല, മറ്റേ ആൾ ഇങ്ങനെ സ്റ്റേ ചെയ്യേണ്ടി വരും. അപ്പോൾ ആകെ മൊത്തത്തിൽ പണിയാട്ടോ. അപ്പോൾ അരിസ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നോക്കുമ്പോഴാണ് എക്സിറ്റ് ഡോർ അവൻ കാണുകയാണ്. പക്ഷേ അതായിരുന്നില്ല അവൻ ഞെട്ടിച്ചത്, ഉസാഗി അവിടെ മരിച്ചു കിടക്കുക കേട്ടോ. അതുപോലെ അവനെയും ആരോ പിറകിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്നത് കാണിക്കുകയാണ്. ഇവിടെ വെച്ചിട്ട് നമ്മൾ 5ാമത്തെ എപ്പിസോഡ് അവസാനിക്കുക കേട്ടോ. അപ്പോൾ 6ാമത്തെ എപ്പിസോഡായിട്ട് ലാസ്റ്റ് എപ്പിസോഡായിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം. അപ്പോൾ ബൈ ബൈ.